ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പൊ നമ്മുടെ പാറു എന്താണ് ഇവിടെ ചെയ്യണേന്ന് നോക്കൂ ഗൈസ്. ക്ലീനിങ്. ഈ വിരലും ഈ വിരലും തമ്മിൽ നോക്ക്. ഈ വിരല് കുറച്ച് ക്ലീൻ ആയി, ഈ വിരലും വെറും ബോറാറ്റുന്നു. അതെന്തിനാണെന്നറിയാമോ? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളിലൊന്നും പോണ്ട. അപ്പൊ നമ്മളിന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോ പാറതാ കുറച്ച് ക്യൂടെക്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തിനകത്ത് ക്യൂടെക്സ് കയറി ഇട്ടിരുന്നു, സ്ലൈഡ് ഇട്ടിട്ട് വന്നിട്ട് വന്നില്ല. അപ്പൊ ഇതിനെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് അപ്പൊ ഗൈസ്, നമ്മുടെ അടുക്കള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ക്യാബേജ് തോരൻ ആയിക്കൊണ്ടിരിക്കണു. ഇത് മീനില്ലാത്ത മീൻകറി. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പൊ എടുക്ക. ചൂടാണ്. അയ്യടി അവിടെ വെച്ചാ വേണ്ട 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 മീനില്ലാത്ത മീൻകറി ഗൈസ്. അയ്യോ ചൂട് മാറടാ, നിനക്ക് ഇപ്പൊ പുള്ളലി കിട്ടുവേ. മീനില്ലാത്ത മീൻകറി. മീനില്ലെന്നേ ഉള്ളു ഗൈസ്, സൂപ്പർ കറിയാണ്. ആകണ്ട, മീനില്ലാത്ത ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതൊരു കുഴപ്പമായിട്ട് തോന്നൂല കഴിക്കുമ്പോ. അത്ര ഡീസന്റ് ആയിട്ടുള്ള കറിയാണ്, സൂപ്പർ കറി. മീനില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മീൻ വെക്കേണ്ടത്. ഓക്കെ, അതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതായില്ല, അതുകൊണ്ട് ഓഫ് ചെയ്യണ്ട, അതവിടെ നിന്ന് ആവട്ടെ. പുറത്ത് നല്ല മഴയാണ് ഗൈസ്, കാണിച്ചു തരാം. ഓ അല്ലേ എന്റെ പാറ ഇത് വരതാ, ഇത് കഴിഞ്ഞിട്ടില്ല ഗൈസ്. അത് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു. യെസ് പറയൂ. കണ്ട ഗൈസ്, എന്റെ സിദ്ധൂട്ടൻ ഗ്ലാസ് ടാങ്ക് എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. അതിപ്പോ എന്തിനാ ഇളക്കിയത്? കാണിച്ചു കൊടുക്കട്ടെ. സൂപ്പർ അല്ലേ? എല്ലാ ഗപ്പികളും, ഇതെല്ലാം ആൺഗപ്പി. അതിനകത്ത് കിടക്കണ എല്ലാം പെൺഗപ്പി. തൊപ്പി എവിടെ സിദ്ധൂട്ടാ നിന്റെ? ഇതെല്ലാം പെൺഗപ്പികൾ, ഇതെല്ലാം ആൺഗപ്പികൾ. നമ്മുടെ ഫൈറ്റർ ചേട്ടൻ അത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എവിടെ? അതിനവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സിദ്ധൂട്ട മഴയും നനഞ്ഞതാ ഇവിടെ നിപ്പുണ്ട്. എന്താണത്? മഴയും നനഞ്ഞാണ്ട് ഇവിടെ നിപ്പുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഊറ്റിറങ്ങുമെന്ന്. ഇത് ഊറ്റി കണ്ട, ഊറ്റിറങ്ങുന്നതാണ് ഗൈസ്. എല്ലായിടത്തുനിന്നും ഇറങ്ങും ഇനിയിപ്പോ. അപ്പൊ നമ്മളെ പാറുവിന് എന്താണ് പറയാനുള്ളത്? എന്താണ് നിനക്ക് പറയാനുള്ളത്? എല്ലാം വൃത്തിയാക്കി, കൈയെല്ലാം വൃത്തിയാക്കി. എന്ത് ചെയ്യാൻ പോണോ? തല തേക്കണ എണ്ണ എടുത്ത് ഇപ്പൊ എടുത്ത് ഇതൊക്കെ എവിടെ പഠിച്ചോണ്ട് വരണം എന്റെ പാറു? ഇത് കളയായി. ഓ അങ്ങനെ അതെല്ലാം തുടച്ച് കാല് പൊള്ളിയത് കാണിക്ക്. ചെരുപ്പിട്ട് പാറിന്റെ കാല് പൊള്ളി. ഇതെന്താണെന്ന് അറിയാവോ? ഈ പാട് ബാൻഡേജ് ഒട്ടിച്ചേച്ചതാണ്. ഇത് ഭയങ്കര വലുതായിട്ട് മുറിഞ്ഞ്. എന്താ എണ്ണ ഇട്ട് തൊടാ മക്കളെ. എണ്ണ ഇട്ട് തുടയ്ക്കുമ്പോ ആ പശ അങ്ങ് പോകും. ഇച്ചിരി എണ്ണ ഇട്ട് തുടച്ചു നോക്ക് കാലില്. ഇച്ചിരി എണ്ണ തൊട്ട് തുടയ്ക്കുമ്പോ ആ പശ അങ്ങ് പോവും. മുറിവിൽ തൊടാതെ തുടച്ചാൽ പോകുമ്പോ കണ്ടാ പോണണ്ട. തുണി ഇട്ട് അങ്ങ് തുടച്ചുകളാം, അപ്പൊ അങ്ങ് പോവും. അങ്ങനെ പാറുന്റെ കാല് മുറിഞ്ഞതിന്റെ പരിപാടിയായിരുന്നു 2 ദിവസം. ഞൊണ്ടി ഞൊണ്ടി ഇതൊഴുകണമെന്ന്
ചെരുപ്പിടാൻ പറ്റാതല്ലേ പറ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോരൻ കരിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ, കരിഞ്ഞില്ല ഭാഗ്യത്തിന്. ഞാൻ തീ കൂട്ടി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോയി, കരിഞ്ഞു ഗൈസ്. ഒരു ശക്കെല്ലാം കരിഞ്ഞിട്ടുണ്ട്, അത് കാര്യമില്ല, നമുക്ക് ചെണ്ടി ചേർക്കാം. ഇത് പിടിച്ചേ, കുലുക്കല്ലേ. തോരൻ കരിഞ്ഞു ഗൈസ്. പക്ഷെ പുറം ഭാഗം മാത്രമേ കരിഞ്ഞോളൂ, അകം ഭാഗം കരിഞ്ഞ. അകം ഭാഗം കരിഞ്ഞില്ല, അകഭാഗം കരിഞ്ഞില്ല. തോരൻ കരിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മുടെ തോരൻ ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ്. അത് ആ കരിഞ്ഞ ഭാഗം തന്നെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. അത് ഇട്ട് കുത്തി ഇളക്കാതിരുന്നാ മതി. തോരത്തിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ നമ്മള് അങ്ങനെ തന്നെ അതിനെ അടച്ചു വെച്ച് ഓഫ് ചെയ്യുകയാണ്. ഇതൊന്ന് കൈ പൊള്ളാനാണ് ഇവ ഈ കോലാതരം കാണിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? മഴയത്ത് ഗൈസ്, മഴ ആയതുകൊണ്ട് പ്രാവിനെയൊക്കെ അടച്ചാ. മഴ ആയതുകൊണ്ട് ഗൈസ് തുണികൾ ഉണങ്ങാൻ ഒരു നിവർത്തിയില്ല. തുണികളൊന്നും ഉണങ്ങാൻ നിവർത്തിയില്ല. അടുക്കളയിലോട്ട് വരാം. അപ്പൊ നമ്മുടെ ഈ കഞ്ഞിക്കുള്ള ചോറ് ചോറിനുള്ള സംഭവം എന്നതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. കൈകൊള്ളി അതിന് വീഡിയോ എടുക്കണ ഇഷ്ടമല്ല കൈ, അതുകൊണ്ടാ ഓടി. കിട്ടോ കിട്ടോ അതൊക്കെ അവിടെ പോയി. അപ്പൊ നമ്മളെ എന്റെ പാറമേ, നീ വീണ്ടും ഇത് തുടങ്ങിയ വേറൊരു കളർ എന്ന് കൈ. ഈ കളർ കൊള്ളാം കേട്ടാ, നല്ല കളറ്. ഞാൻ പുറത്താവാതെ പതുക്കെ ഇടയിൽ കഷ്ടപ്പെട്ട് പുറത്തുള്ള മൊത്തം ഇതെന്താ മതി മൂടി വെച്ചിരിക്കുന്നത്. ഇത് അപ്പൊ നമ്മുടെ പാറു ക്യൂടെക്സ് ഇടുകയാണ് ഗൈ. ഇത് മതി. ആ, ഇത് ഉണങ്ങൂല. നല്ല കളറൊക്കെയാണ്, പക്ഷെ ഇത് ഉണങ്ങൂല. സോ സാഡ്. അതൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാണ്. എന്തൊന്ന് സൗണ്ടടാ അത്? ബൈക്കൊന്ന് എന്റെ ഫോൺ അനങ്ങണ, എന്നെ പിടിച്ചിട്ട് കുലുക്കരുത്. ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയത് ഇവനാണ്. നിന്റെ വിശേഷങ്ങളൊക്കെ പറ, സ്കൂളിലുള്ള വിശേഷങ്ങളൊക്കെ. ഒന്നുമില്ലേ? അതെന്താ നീ സ്കൂളിലല്ലേ പോണത്? അയ്യോ അല്ലെന്ന്, നിന്റെ പെമ്പട്ടിക്ക് വയ്യ, തീരെ വയ്യ. എപ്പോഴും ഒരേ ഡാൻസ്. നീ ചവിട്ടോടാ, നീ ചവിട്ടോടാ, നീ ചവിട്ടോടാ. നോക്ക്, റോഡ് അത്രയും കണ്ട വെള്ളം. റോഡ് കാണുന്നുണ്ടോ? ഫുള്ള് വെള്ളം. റോഡ് വെള്ളം, റോഡിൽ മൊത്തം വെള്ളം കയറി. 10 മണി പാല് പൊടിച്ചെടുത്തോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുവന്ന് ചെടിയിൽ കുഴിച്ചു വെച്ചു വെള്ളം ഒഴിക്കാതെ. ഒരു ഇല ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിന്റെ അടുത്ത് കണ്ണും മൂക്കും വായും വരച്ച്. അതൊന്നും കാര്യമില്ല, അത് നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് എവിടെ ഇതും കൂടെ വെള്ളം ഒഴിച്ചതാണ്. ഇതും ഫ്രഷ് തന്നെ, നോക്ക്, അതിന് ഒരു വാട്ടവും ഇല്ല. ഇങ്ങനെ തന്നെ ഇരുന്നത്. പിന്നെ ഒരു 10 മണിയല്ലേ എടുത്തോളൂ. ഇതെന്റെ മാത്രം ചെടിയാണ്, ഞാൻ മാത്രം വളർത്തുന്ന ചെടിയാണ്. അവൾ എന്ന് വെള്ളം ഒഴിക്കും? അല്ല, എന്ന് ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. അടി കഴിച്ച് അടി എന്ന് ഞാൻ വെള്ളം ഒഴിക്കാറ് കേട്ടാ. ഇത് ഏതെങ്കിലും ഒരു അറ്റത്ത് ഇങ്ങനെ കൊണ്ടുവച്ച് നല്ല ഭംഗിയായിരിക്കും. ഇതെന്തിനാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ കാണിക്കരുതെന്ന്. നോക്ക് നോക്ക്, ചവിട്ടോടെ
വെള്ളപ്പൂവാണെന്ന് തോന്നുന്നു. നിന്റെ വെള്ളയെന്നാണടാ എടുത്തത്. ഇനി അടുത്ത് നമുക്കൊരു പിങ്ക് അല്ല 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 ഞാൻ എന്നെ വിളിച്ചത് മോളെന്ന്. എന്ത് ചേട്ടാ എന്തേട്ടാ എന്ത് ശുദ്ധ ചേട്ടാ പറയൂന്നേ. അച്ഛീ കണ്ടോ കാണിക്കാൻ വളർത്തല. ഇങ്ങനെയാണ് ഞാൻ അവൻ അടി കൊടുക്കണത്. അവനെ കാണിക്കണം ആ ചെളിയിൽ അത്രയും അടി കൊടുക്കണം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചോറ് പഠിക്കാൻ പോണം. പഠിച്ചിട്ട് വരാം. ആ പിടിച്ചു കളയണ്ട. മഴ എവിടെ പോകാൻ കേൾക്കുന്നുണ്ട് മഴയത്ത്. ഹലോ എക്സ്ക്യൂസ് മീ എവിടെ പോകണം? എവിടുന്ന് പോകണം? പിന്നെ വീട്ടിലിരിക്കും. വീട്ടിലിരിക്കാൻ സുന്ദരിയായിട്ടിരിക്കുന്നത്. ശരി സുന്ദരി. ഞാൻ ഇതുവരെ വെക്കാത്ത പൊട്ടാണ്. ഞാൻ ഇതുവരെ വെക്കാത്ത പൊട്ടാണ്. അതല്ല അതൊക്കെ കാണാം. പോയില്ല. ഫ്ലാഷ് അടിക്കുമ്പോ കാണാം. ഫ്ലാഷ് ഇല്ലാതെ ഇപ്പോഴോ നോക്കട്ടെ. ഫ്ലാഷ് അടിക്കുമ്പോ കാണാന്ന് പറഞ്ഞപ്പോ ഫ്ലാഷ് ആക്കുക. അതെന്തൊരു കണ്ണ് കാണാൻ? സാധാരണ ഫ്ലാഷ് അടിക്കുമ്പോ എന്റെ എന്താണോ ഒന്നും ഉദ്ദേശിച്ചില്ല. മെഡിക്കല്ലേ ഭാഗ്യം. അമ്മ മൈക്ക് പോയി വെച്ചിട്ടാണ് സംസാരിച്ചത്. ഞാനെന്താ മൈക്കുന്നത്? ഞാൻ പറഞ്ഞത് ആരും കേട്ടാ. അത് കാര്യമല്ല. അച്ഛനില്ല. ഇതെൻ്റെ അബിക്കുട്ടൻ ഓർഗൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണേ. മോട്ടർ നോക്കുകയാണ് മഴ. ഇങ്ങോട്ട് നോക്ക്. വീട് ഞാൻ ഇവിടെ ഇട്ടു. ഞാൻ വിടാം. നോട്ട്
ഞാനുണ്ടാക്കുന്ന ബോട്ട് ഇങ്ങനെ ഭയങ്കര ഞാൻ ഉണ്ടാക്കാൻ കാണിച്ചുകൊണ്ട് ആദ്യം നമ്മളൊരു കുഴപ്പിച്ചെടുക്കണം. ഇതിങ്ങനെ മടക്കണം, എന്നിട്ട് ഇങ്ങനെ മടക്കണം. നീയെല്ലാം ഉണ്ടാക്കി തരുമ്പോ എന്നിട്ട് ഒന്നെടുത്ത് ഇങ്ങോട്ട് മടക്കണം, എന്നിട്ട് ബാക്കി എടുത്തിട്ട് അപ്പുറത്തോട്ട് മടക്കണം. ഇതെവിടെ കിട്ടി പേപ്പർ? ഇനി നമ്മള് എത്രയാന്ന് നോക്കി ഞാൻ പറഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇങ്ങനെ ഫോണുള്ള ഭാഗം ഇങ്ങനെ ആക്കണം. മഴ തോന്നട്ടെ. കപ്പലൊക്കെ ഉണ്ടാക്കിയത് വിളിച്ചു കാശ് നമ്മള് വിളിച്ചു. കുറുക്കന്റെ കോഴിയുടെ കല്യാണാണ്. കുറുക്കന്റെ കോഴീനെ കല്യാണം. അമ്മ ഇതെങ്ങനെ ആക്കണം? ഇങ്ങനെ വെള്ളത്തിലൊക്കെ കൈ വെക്കല്ലേ? ഓ സുബിന്റെ ബോട്ട് പോണു. ഇതെങ്ങനെ ആക്കും? അല്ല വെള്ളം ഇല്ലല്ലോ. അത് ഞാൻ വിടുവ എന്റെ ബോട്ട് പോയി. ഗായ്സ് ഇതാ പിടിച്ചോ. ഇപ്പൊ അല്ലേ പെരുമഴ പെയ്തത്? മാറൂ. അതെന്തോന്ന് തീപ്പട്ടി കൂടാ? ഞാൻ വൻ കപ്പല് പോവാൻ പോലെ മാറിക്കോ അങ്ങോട്ട്. വൻ കപ്പലാ? കടല് തട്ടി വീണത് നിന്റെ കപ്പലായിരുന്നു മറിഞ്ഞത്? അയ്യോ ചക്ക അങ്ങോട്ട് പോ. ചമ്മ് ചമ്മ് പോ. കൈ വെക്കല്ലേ? അത് നേരെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഇപ്പൊ പെയ്താ പെയ്തിന് മഴ എങ്ങോട്ട് പോയി? നീ തീറ്റ വെച്ചാ വന്നതല്ലേ? വെയ് മതി വാ. കപ്പൽ ചതിച്ചു ഗായ്സ്, കപ്പൽ ചതിച്ചു. വെളിയിലേക്കുണ്ട ഇവിടെ ഇവിടെ. ഇനി നമുക്ക് മഴ എയറോപ്ലെയിൻ ഉണ്ടാക്കാം. എന്റെ പൊന്നു സിദ്ധു, ഇപ്പൊ പേര് മഴ പെയ്തോണ്ടിരുന്ന മഴയാണ് ചക്കന നിന്നത്. അത് ചക്കന പെയ്യും. ഇനി നമുക്ക് പേര് മഴയത്ത് പ്ലെയിൻ ഉണ്ടാക്കാം. പ്ലെയിനാ? മഴയത്ത് പ്ലെയിൻ പോകുന്നതാണ്. ഇത് കണ്ടുണ്ടോ ഗൈസ്? ഉണ്ടാക്കും. എന്നാൽ ഞാൻ ഉണ്ടാക്കും. വേറെ ചെമ്പള. എന്താണ് ഇത് എനിക്ക് അമ്മ പഠിപ്പിച്ചു തന്ന ഒരു പ്ലെയിനാണ്. ഇങ്ങനെ മടക്കണം, പിന്നെ വീണ്ടും ഇങ്ങനെ മടക്കണം. ഓ എന്റെ കാല് വെള്ളം മഴയത്ത്. ഇങ്ങനെ മടക്കണം, പിന്നെ ഇങ്ങനെ മടക്കണം, പിന്നെ കാണില്ലേ? പിന്നെ ഇങ്ങനെ സാധനം കൂടെ തന്ന മഴയത്ത് വെളിയിൽ ഇടാൻ പറ്റില്ല. ഇനി ഇത് ഇങ്ങനെ വെക്കണം. അവനെ അകത്ത് ഇങ്ങോട്ടാക്കി കൂടെ. ഇങ്ങനെ ഇങ്ങനെ മടക്കണം. അത് മാറി നിന്ന് കൊടുത്താൽ ചിലപ്പോ അത് വന്ന് കഴിച്ചോളൂ. കൊണ്ട കഴിക്കുന്നു. എന്റെ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. നീ ഇങ്ങോട്ട് കയറി വാ. അപ്പൊ അതുങ്ങൾ അവിടെ പോയി തിന്നോളൂ. കണ്ട മഴയാണെന്ന് അതുങ്ങൾക്കും അറിയാം. കാര്യത്തിന്റെ ഗൗരവങ്ങൾ അവന് അവർക്കും അറിയാം. കണ്ട മഴയായി കഴിക്കണണ്ട. ആരാണ്? ഇവനാണോ കിങ്? അമ്മ ഇങ്ങോട്ട് വാ. അമ്മ നീ ആ ചെളിയിൽ ഇങ്ങോട്ട് നീങ്ങേ. ബോട്ട് ചക്കാ ബോട്ട് കഴിച്ചോളും. ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഞാൻ പോയി തരാം. കണ്ടാ ഞാൻ നീങ്ങിയപ്പോ അതുങ്ങൾ കഴിക്കുന്നു. ഞാൻ അവിടെ നിന്നപ്പോ കഴിക്കില്ല. സിദ്ധോ ഞാൻ എയറോപ്ലെയിൻ വിടാൻ പോണേ. അയ്യോ എയറോപ്ലെയിൻ വിട് 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 വിട്. എങ്കേ പോയി. അയ്യോ മഴ മഴ ഇപ്പൊ പോയി. എവിടുന്നോ ഇറച്ചി തുണിച്ചോണ്ട് വരണം. കൊന്നാ ഇത് ഇങ്ങോട്ട് നീങ്ങ. അത് തിന്നട്ടെ. അതിവിടെ ഓട്ടിച്ചത്. ഞാൻ ഓട്ടിച്ചില്ല. നമ്മുടെ കുതിർന്ന ചോറ് ഇങ്ങനെയാണ്. നല്ല പെരുമഴ. പെരുമഴ ക്യൂടെക്സ് പൊട്ടിപ്പോയി.
അതിനെ വെച്ച് അടുത്ത കളർ ചുട്ടക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. ഓഹോ, ആ കളർ ഉണങ്ങാത്തത് കൊണ്ട് നമ്മൾ വേറെ കളർ ഇടുകയാണ്. മഴ ഒരു കുറവുമില്ല. ഇപ്പൊ മഴ 2:30 മഴ കുറയുന്നതേ ഇല്ല. നമ്മൾ കഴിച്ചു. മുകളിലോട്ടൊക്കെ ഭയങ്കര മഴ. താറാവിന് ഒരു കൂസലില്ലാതെ മഴ തിന്നു. അപ്പൊ നമ്മൾ ചോറൊക്കെ കഴിച്ചു ഗൈസ്. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.